ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും സജൂസ് ടേസ്റ്റ് ലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ്. അപ്പോൾ ഞാനിത് തയ്യാറാക്കുന്നത് ബാക്കി വന്ന ചപ്പാത്തി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് ചെറിയ ക്യാരറ്റ്, തക്കാളി, ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ സവാള, കുറച്ച് മല്ലിയില, ഇതൊക്കെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് ബാക്കി വന്ന ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാനൊരു പാൻ ഇവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ഉണക്കമുളക് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ലൊരു മണമൊക്കെ വരില്ല, അതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഞാൻ എടുക്കുന്നത് വെളുത്തുള്ളിയാണ്. അത് ചതച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് അതിൻ്റെ ആ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി എടുക്കാം. ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് ക്യാരറ്റ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സമയമൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് വേവണം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ മുളക് പൊടി എടുക്കണം കേട്ടോ. കുറച്ചൊരു സ്പൈസി ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഗരം മസാല കൂടി ചേർത്തിട്ട് നമ്മുടെ ആ മസാലയുടെയൊക്കെ ഒരു പച്ച കുത്തലൊക്കെ ഒന്ന് മാറുന്നത് വരെ ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ. അപ്പോൾ പച്ചക്കറികളൊക്കെ അരിയുമ്പോൾ അത് കുറച്ച് ചെറുതായിട്ട് അരിയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവൊന്നും ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ല. നമ്മൾ എത്രത്തോളം ചപ്പാത്തി എടുക്കുന്നുണ്ട് അതിനനുസരിച്ച് വേണം നമ്മളിത് ബാക്കിയുള്ളതെല്ലാം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സോസിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റാണ് അതിനുണ്ടാവുക കേട്ടോ. അപ്പോൾ അതൊന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, അതെന്തായാലും നമ്മൾ എടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് സ്പൈസി ആയിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോഴാണ് ഒരു കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. അത് ഈ ഒരു സമയത്താണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ എരിവൊക്കെ ഒരല്പം ഒന്ന് കുറച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി ഞാനിതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പിച്ചിടുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇനി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ ആ പച്ചക്കറികളും അതുപോലെ തന്നെ ആ മസാലയുടെ ആ ഒരു ഇതൊക്കെ നമ്മുടെ ഈ ചപ്പാത്തിയിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടണം. ആ ഒരു രീതിയിലാവുന്നത് വരെ നല്ലപോലെ നമ്മൾ ഇളക്കി എടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ആ ചപ്പാത്തി ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ സോസിൻ്റെയും ആ മസാലയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഒക്കെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ചപ്പാത്തിയൊക്കെ ബാക്കിയാവുകയാണെന്നുണ്ടെങ്കിൽ ആരും കളയൊന്നും ചെയ്യരുത്. നമുക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റും ആയിരിക്കും. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇഷ്ടമാവുകയും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ ബാക്കി വന്ന ചപ്പാത്തി എന്നല്ല, ചപ്പാത്തി കൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാനാണെന്നുണ്ടെങ്കിൽ, സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാനാണെന്നുണ്ടെങ്കിലും നല്ല ഒരു ഡിഷാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് കൂടിയൊന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ സൂപ്പർ ടേസ്റ്റി റെസിപ്പിയായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.